ഹായ് ഹലോ ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സ്വിറ്റ്സർലൻഡിലെ ലൊക്കോർണോയിൽ നിന്നും ഇറ്റലിയിലെ ഡൊമോഡോസോളയിലേക്കുള്ള സെൻട്രോ വാലി എക്സ്പ്രസ്സിലെ പ്രകൃതിരമണീയമായ ട്രെയിൻ യാത്രയാണ്. ഇതിൻ്റെ വീഡിയോ രണ്ട് ഭാഗങ്ങളായിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഭാഗം ലൊക്കോർണോ മുതൽ ഇറ്റലിയിലെ മരിയ മഗോറി വരെയും രണ്ടാമത്തെ ഭാഗം മരിയ മഗോറി മുതൽ ഡൊമോഡോസോള വരെയുമാണ്. ഇതാണ് നമ്മൾ അവിടുന്ന് ഈ ലൊക്കോർണോയിൽ നിന്ന് പുറപ്പെട്ട ട്രെയിന്. ഇത് മീറ്റർ ഗേജാണ്. നമ്മൾ വളരെ സ്ലോ ആയിട്ടാണ് ഈ സ്വിസ് ഗ്രാമങ്ങളിലൂടെ ഇത് യാത്ര തുടങ്ങുന്നത്. നമ്മുടെ ആ വീടിൻ്റെയൊക്കെ അടുത്തൂടെ ഇങ്ങനെ ഈ ട്രാക്കിൻ്റെ ഒരു സൈഡിൽ പിന്നെ വഴിയുണ്ട്. നമ്മുടെ ചാനൽ ബെനീസ് വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. സ്വിസ് പട്ടണമായ ലൊക്കോർണോയെയും ഇറ്റാലിയൻ പട്ടണമായ ഡൊമോഡോസോളയെയും ബന്ധിപ്പിക്കുന്ന സെൻട്രോ വാലി സീനിക് ട്രെയിൻ യാത്ര യൂറോപ്പിലെ ഏറ്റവും മനോഹരമായ റെയിൽ അനുഭവങ്ങളിലൊന്നാണ്. സെൻട്രോ വല്ലി അല്ലെങ്കിൽ 100 താഴ്വരകൾ എന്ന് സ്നേഹപൂർവ്വം അറിയപ്പെടുന്ന ഈ റൂട്ട് പരുക്കൻ പർവ്വതങ്ങളും സമൃദ്ധമായ താഴ്വരകളും ആകർഷകമായ ഗ്രാമങ്ങളും കൊണ്ട് വിസ്മയിപ്പിക്കുന്ന ഭൂപ്രകൃതിയിലൂടെ സഞ്ചരിക്കുന്നു. ഈ യാത്രയുടെ ചരിത്രപരവും ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായ പ്രാധാന്യം ഇത് കാണിച്ചു തരുന്നു. ഒപ്പം അത് ശ്രദ്ധേയമാക്കുന്ന എഞ്ചിനീയറിംഗ് വിജയങ്ങളെക്കുറിച്ചും യാത്രക്കാരുടെ അനുഭവങ്ങളെക്കുറിച്ചുമുള്ള ഉൾക്കാഴ്ചകൾ നമുക്ക് നൽകുന്നു. ഇത് ട്രെയിൻ യാത്രയ്ക്ക് എടുക്കുന്ന സമയം ഏകദേശം 2 മണിക്കൂറാണ്. ഇതിൻ്റെ സീസൺ എന്ന് പറയുന്നത് വർഷം മുഴുവനുമായിട്ടുണ്ട്. എന്നാലും നല്ല പോകാനുള്ള ഏറ്റവും നല്ല സീസൺ എന്ന് പറയുന്നത് ഏപ്രിൽ ആദ്യം മുതൽ ഒക്ടോബർ അവസാനം വരെയാണ്. നമ്മൾ ഈ പോകുന്ന സ്ഥലത്തിൻ്റെ പരമാവധി ഉയരം എന്ന് പറയുന്നത് 836 മീറ്ററാണ്. അത് 2743 അടി. ലൊക്കോർണോയ്ക്കും ഡൊമോഡോസോളയ്ക്കും ഇടയിലുള്ള അധികം അറിയപ്പെടാത്ത പ്രകൃതിരമണീയമായ ട്രെയിൻ റൂട്ടാണ് സെൻട്രോ വാലി റെയിൽവേ. റൊമാൻറ്റിക് ഗ്രാമങ്ങൾ, ധാരാളം പച്ചക്കുന്നുകൾ, താഴ്വരകൾ, വെള്ളച്ചാട്ടങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണ് പ്രകൃതി ദൃശ്യങ്ങൾ. ഭാഗ്യമായി ഇറ്റലിയിലാണെങ്കിലും സ്വിസ് ട്രാവൽ പാസ് ഉപയോഗിച്ച് ഈ റൂട്ടിൽ നമുക്ക് സൗജന്യ യാത്ര ചെയ്യാം. സെൻട്രോ വാലി 2024 ടിക്കറ്റ് നിരക്കുകൾ. സെൻട്രോ വാലി ലൈനിലൂടെയുള്ള ഡൊമോഡോസോളോ ലൊക്കോർണോ എന്ന ഒറ്റ യാത്രയ്ക്ക് 2ാം ക്ലാസ്സിൽ 47 സ്വിസ് ഫ്രാങ്കാണ് ചാർജ്. നിരവധി റെയിൽ പാസുകളുള്ള യാത്രയ്ക്ക് കിഴിവ് അല്ലെങ്കിൽ സൗജന്യമാണ്. റിസർവേഷന് വേണ്ടിയിട്ട് നമ്മൾ സെൻട്രോ വാലി റെയിൽവേക്കുള്ള റിസർവേഷൻ സാധ്യമാണ്. പക്ഷെ മിക്കവാറും സമയങ്ങളിൽ ആവശ്യമില്ല. എന്നാലും ഒരു റിസർവേഷൻ ഒരാൾക്ക് 5 സ്വിസ് ഫ്രാങ്കാണ് ചിലവ് വരുന്നത്. ഇവിടെ തിരക്കേറിയ വേനൽക്കാല ദിവസങ്ങളിലും ക്രിസ്മസ് മാർക്കറ്റുകൾ നടക്കുന്ന കാലയളവിലും സീറ്റുകൾ റിസർവ് ചെയ്യാൻ ശുപാർശ ചെയ്യുന്നു. പനോരമിക് ട്രെയിനുകളിൽ നിന്നുകൊണ്ട് യാത്ര ചെയ്യാൻ അനുവാദമില്ല. അപ്പം സീറ്റുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അതിനാൽ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ സീറ്റ് റിസർവ് ചെയ്യുന്നത് നല്ലതാണ്. ഞങ്ങളിന്ന് പോയ സമയത്ത് ഞങ്ങളവിടെ ഇരിക്കുന്ന ആ ഭാഗത്ത് വേറെ ആരുമില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഓരോ സൈഡിലും ഏത് സൈഡിലാണ് കാഴ്ച ഏറ്റവും നല്ലത് ആ സൈഡിലേക്ക് ഇരുന്ന് അവിടുത്തെ കാഴ്ചകൾ പകർത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ അവിടെ ഒന്നിൽ വെയിൽ കൂടുകയോ അല്ലെ പർവ്വതങ്ങൾ വരികയോ ചെയ്യുമ്പോൾ ഞങ്ങൾ മറ്റേ സൈഡ് ബെറ്റർ ആണെങ്കിൽ അങ്ങേ സൈഡിലേക്ക് പോയിരിക്കും. അപ്പം നമ്മുടെ ഒരു കുറേ ഏരിയയിൽ ആരുമില്ലായിരുന്നു. അത് പക്ഷേ ഇറ്റലിയിലേക്ക് കടന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇറ്റലിക്ക് കടന്ന് കുറേ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കൂടുതൽ ആൾക്കാർ കയറാൻ തുടങ്ങി. 10 അതിൽ കൂടുതലുള്ള ഗ്രൂപ്പുകൾക്ക് മുൻകൂട്ടി റിസർവ് ചെയ്യേണ്ടതാണ്. ലൊക്കോർണോ ജില്ലയിലെ തെക്കൻ സ്വിസ് പട്ടണവും മുനിസിപ്പാലിറ്റിയുമാണ് ലൊക്കോർണോ. മാഗിയോർ തടാകത്തിൻ്റെ വടക്ക് കിഴക്കൻ തീരത്ത് സ്വിസ് ആൽപ്സിൻ്റെ തെക്ക് അടിഭാഗത്ത് ടിസിനോ കണ്ടോണിൽ ഇത് സ്ഥിതി ചെയ്യുന്നു. ഇതിന് ഏകദേശം 16,000 ഇവിടെ ഏതാണ്ട് 16,000 പേർ ജനസംഖ്യയുണ്ട്. മഗിയുടെ ഡെൽറ്റ നദിയുടെ വടക്കിഴക്കൻ ഭാഗത്താണ് ലൊക്കോർണോ നഗരം സ്ഥിതി ചെയ്യുന്നത്. നദിക്ക് കുറുകെ ഡെൽറ്റയുടെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് അസ്കോണ നഗരം സ്ഥിതി ചെയ്യുന്നു. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ സ്വിറ്റ്സർലൻഡിലെ 74ാമത്തെ വലിയ നഗരമാണ് ലൊക്കോർണോ. ലുഗാനോയ്ക്കും ബെലിൻസോണയ്ക്കും ശേഷം ടിസിനോ കന്റോണിലെ 3ാമത്തെ വലിയ നഗരമാണ്.
ലൊക്കാർണോയുടെ ഔദ്യോഗിക ഭാഷ ഇറ്റാലിയനാണ്. എല്ലാ വർഷവും ഓഗസ്റ്റിൽ നടക്കുന്ന ലൊക്കാർണോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിനെ ആതിഥേയത്വം വഹിക്കുന്നതിന് ഈ നഗരം അറിയപ്പെടുന്നു. കൂടാതെ പ്രധാന സ്ക്വയറായ പിയാസ ഗ്രാൻഡയിൽ ഓപ്പൺ എയർ പ്രദർശനങ്ങൾ നടത്തുന്നു. 1925 ഒക്ടോബറിൽ ഇവിടെ ചർച്ച ചെയ്ത യൂറോപ്യൻ ടെറിട്ടോറിയൽ കരാറുകളുടെ ഒരു പരമ്പരയായ ലൊക്കാർണോ ഉടമ്പടിക്കും ഇത് പ്രസിദ്ധമാണ്. പ്രാദേശിക കണക്ടിവിറ്റിയും ടൂറിസവും ശക്തിപ്പെടുത്തുന്നതിനായി സ്വിറ്റ്സർലൻഡും ഇറ്റലിയും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുന്ന ഘട്ടത്തിലാണ് 1923 സെൻട്രോ വാലി റെയിൽവേ ഉദ്ഘാടനം ചെയ്തത്. സ്വിറ്റ്സർലൻഡിലെ ലൊക്കാർണയെ ഇറ്റലിയിലെ ഡൊമോഡോസോളയുമായി ബന്ധിപ്പിക്കുന്ന മനോഹരമായ ഒരു പാത എന്ന ആശയമാണ് അന്ന് ഉയർന്നു വന്നത്. വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രദേശങ്ങളാൽ വേർപിരിഞ്ഞ ഈ രണ്ട് പ്രദേശങ്ങൾക്കിടയിലുള്ള എളുപ്പത്തിലുള്ള യാത്ര സുഗമമാക്കാനുള്ള ആഗ്രഹത്തിൽ നിന്നാണ് പ്രാദേശിക യാത്രക്കാർക്കും വിനോദസഞ്ചാരികൾക്കും സേവനം നൽകുന്നതിന് റെയിൽവേ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. സെൻട്രോ വാലി മേഖലയിലെ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിക്കാനുള്ള മാർഗമാണിത്. നമ്മളിവിടെ വണ്ടി കുറച്ച് നേരം അവിടെ ഇട്ടേക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ വലിയ പള്ളിമണികൾ മുഴങ്ങുന്ന കേട്ടു. അപ്പോൾ ഇത് അടുത്തുള്ളൊരു പള്ളിയാണ്. അവിടെ ഒരു പ്രദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഇവിടുത്തെ പോലെയൊക്കെ തന്നെ അത്യാവശ്യം അതിൻ്റെ പുറകിലായിട്ട് വർത്തമാനം പറഞ്ഞും ഒക്കെ നീങ്ങുന്ന ആൾക്കാരെ കണ്ടു. ഇതാണ് പള്ളി. പള്ളിയോട് ചേർന്ന് ഈ കാണുന്ന അതിൻ്റെ സെമിത്തേരിയാണ്. നമ്മുടെ ട്രെയിൻ വീണ്ടും മുമ്പോട്ട് നീങ്ങുവാണ്. ഈ യാത്ര ഏകദേശം ഒരു 52 കിലോമീറ്റർ നീളുന്നുണ്ട്. പ്രദേശത്തിൻ്റെ വൈവിധ്യമാർന്ന ഭൂമിശാസ്ത്രം പ്രദർശിപ്പിക്കുന്നു. മാഗ്യോർ തടാകത്തിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ലൊക്കാർണോയിൽ നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ ശാന്തമായ തടാകത്തിൻ്റെയും ചുറ്റുമുള്ള ടിസിനോ പർവ്വതങ്ങളുടെയും കാഴ്ചകൾ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ട്രെയിൻ കയറുമ്പോൾ ലാൻഡ്സ്കേപ്പ് ലൊക്കാർണോയിലെ സൗമ്യമായ മെഡിറ്ററേനിയൻ പോലെയുള്ള അന്തരീക്ഷത്തിൽ നിന്ന് സെൻട്രോ വാലി മേഖലയിലെ പരുക്കൻ ആൽപൈൻ പ്രകൃതി ദൃശ്യങ്ങളിലേക്ക് മാറുന്നു. മാഗ്യോർ തടാകം. യാത്രയുടെ പ്രാരംഭഭാഗം മാഗ്യോർ തടാകത്തിൻ്റെ അതിമനോഹരമായ കാഴ്ചകൾ ഉൾക്കൊള്ളുന്നു. സ്ഫടികം പോലെ തെളിഞ്ഞ വെള്ളവും ചുറ്റുമുള്ള പർവ്വതങ്ങളും ഈ ക്രമീകരണം സാഹസികതയ്ക്ക് ശാന്തമായ തുടക്കം നൽകുന്നു. സെൻട്രോ വാലി താഴ്വര. ട്രെയിൻ സെൻട്രോ വാലിയിലേക്ക് കൂടുതൽ ആഴത്തിൽ നീങ്ങുമ്പോൾ ആഴത്തിലുള്ള മലയിടുക്കുകളും സമൃദ്ധമായ താഴ്വരകളും അഭിമുഖീകരിക്കുന്നു. സെൻട്രോ വാലി എന്ന പേര് 100 താഴ്വരകൾ എന്ന് വിവർത്തനം ചെയ്യുന്നു. കൂടാതെ ഈ പ്രദേശം തീർച്ചയായും നിരവധി താഴ്വരകൾ ഉൾക്കൊള്ളുന്നു. ഓരോന്നിനും തനതായ മനോഹാരിതയുണ്ട്. പാലങ്ങളും തുരങ്കങ്ങളും. പോണ്ടെ ബ്രോളിലെയും യാത്രയെ തടസ്സപ്പെടുത്തുന്ന നിരവധി തുരങ്കങ്ങളും പോലെയുള്ള നിരവധി ആകർഷകമായ എഞ്ചിനീയറിംഗ് നേട്ടങ്ങൾ ഈ റൂട്ടിൽ ഉൾപ്പെടുന്നു. ഈ പ്രദേശത്തിൻ്റെ വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രകൃതിയിൽ നാവിഗേറ്റ് ചെയ്യുന്നതിൽ ഈ ഘടകങ്ങൾ നിർണായകമാണ്. ഒസോളം എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങൾ. സെൻട്രോ വാലി റെയിൽവേ ഒരു എഞ്ചിനീയറിംഗ് വിജയമാണ്. ഈ മേഖലയിലെ വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രദേശത്ത് നാവിഗേറ്റ് ചെയ്യാൻ ആവശ്യമായ ചാതുര്യം പ്രകടമാക്കുന്നു. ദുർഘടമായ ഭൂപ്രകൃതിയിലൂടെ പാലങ്ങളും തുരങ്കങ്ങളും നിർമ്മിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉൾപ്പെടെയുള്ള പ്രധാന വെല്ലുവിളികൾ റെയിൽവേ നിർമ്മാണത്തിൽ ഉൾപ്പെട്ടിരുന്നു. പോണ്ടെ ബ്രോല്ല. ടോസ് നദിക്ക് കുറുകെയുള്ള ചരിത്രപരമായ പാലമായ പോണ്ടെ ബ്രോലയാണ് ഏറ്റവും ശ്രദ്ധേയമായ എഞ്ചിനീയറിംഗ് സവിശേഷതകളൊന്ന്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാല എഞ്ചിനീയറിംഗിൻ്റെ സാക്ഷ്യപത്രമാണ് ഈ പാലം ശ്രദ്ധേയമായ കാഴ്ച പ്രദാനം ചെയ്യുന്നത്. തുരങ്കങ്ങൾ. നമ്മൾ നേരെ നോക്കുമ്പോൾ കാണുന്ന മലകളുടെ മുകളിലൊക്കെ കാണുന്ന വൈറ്റ് മഞ്ഞ് വീണ് കിടക്കുന്നതാണ്. ഈ ഭാഗത്ത് ഏറ്റവും പൊങ്ങിയ പ്രദേശമാണ്. അവിടെ എല്ലാം ഇങ്ങനെ മഞ്ഞ് വീണ് നിറയെ കിടക്കും, പൊതിഞ്ഞ് കിടക്കും. അത് നല്ല ചൂട് വെയിലടിഞ്ഞ് ചൂട് ഇത് വരുമ്പോഴത്തേനും ഇങ്ങനെ അലിഞ്ഞ് ഈ താഴോട്ട് ഒലിച്ചിറങ്ങി ഇങ്ങനെ തോടുകളിലൂടെയും അങ്ങനെ നദികളിലൂടെയും ഒഴുകി പോവുകയാണ് ചെയ്യുന്നത്. തുരങ്കങ്ങൾ. റൂട്ടിൽ 30-ലധികം ടണലുകൾ ഉൾപ്പെടുന്നു. അവയിൽ ചിലത് വളരെ ദൈർഘ്യമേറിയതാണ്. ഈ തുരങ്കങ്ങൾ പർവ്വത പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കാൻ നിർമ്മിച്ചതാണ്. റെയിൽവേയുടെ രൂപകൽപ്പനയുടെ പ്രധാന സവിശേഷതയാണ്. വയഡക്റ്റുകൾ.
റൂട്ടിലെ നിരവധി വയഡക്റ്റുകൾ ട്രെയിനിനെ ആഴത്തിലുള്ള മലയിടുക്കുകൾക്കും, വയഡക്റ്റ് എന്ന് പറയുമ്പോൾ രണ്ട് മലയുടെ ഇടുക്കുകളിൽ രണ്ട് മലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഒരു പാലത്തിനെയാണ് വയഡക്റ്റുകൾ എന്ന് പറയുന്നത്, മുറിച്ചു കിടക്കാൻ നിരവധി വയഡക്റ്റുകൾ ട്രെയിനിനെ ആഴത്തിലുള്ള മലയിടുക്കുകൾ മുറിച്ചു കിടക്കാൻ അനുവദിക്കുന്നു. ഇത് യാത്രക്കാർക്ക് അതിശയമായ പനോരമിക് കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നു. സെൻട്രൽ വാലി ട്രെയിൻ യാത്ര പ്രകൃതി രമണീയമായ അനുഭവം മാത്രമല്ല, സാംസ്കാരിക പരിവേഷണം കൂടിയാണ്. ഈ പാത വിവിധ ഗ്രാമങ്ങളിലൂടെയും പട്ടണങ്ങളിലൂടെയും കടന്നു പോകുന്നു. ഓരോന്നിനും അതിൻ്റേതായ സാംസ്കാരികവും ചരിത്രപരവുമായ പ്രാധാന്യമുണ്ട്. ലൊക്കാർണോ, മെഡിറ്ററേനിയൻ ഫ്ലെയറിന് പേരുകേട്ട ഒരു പട്ടണം. ലൊക്കാർണോ ഫിലിം ഫെസ്റ്റിവൽ പോലുള്ള സമ്പന്നമായ ചരിത്രവും ചടുലമായ ഉത്സവങ്ങളുമുള്ള ഒരു സാംസ്കാരിക കേന്ദ്രമാണ്. വെർബാനിയയും ഡൊമോഡോസോളയും ട്രെയിൻ ഇറ്റാലിയൻ ഭാഗത്തെത്തുമ്പോൾ ചരിത്ര കേന്ദ്രവും ശക്തവുമായ സാംസ്കാരിക പൈതൃകവുമുള്ള ഡൊമോഡോസോളെ അഭിമുഖീകരിക്കുന്നു. അത് നമ്മൾ അടുത്ത ഭാഗത്തിനകത്താണ് വരുന്നത്. പാരമ്പര്യ വസ്തുവിദ്യയ്ക്കും പ്രാദേശിക വിപണികൾക്കും ഈ നഗരം പേരുകേട്ടതാണ്. പ്രാദേശിക പാരമ്പര്യങ്ങൾ. യാത്രയിലുടനീളം യാത്രക്കാർക്ക് പ്രാദേശിക സമൂഹങ്ങളുടെ പരമ്പരാഗത വാസ്തുവിദ്യയും ജീവിതശൈലിയും നിരീക്ഷിക്കാൻ കഴിയും. ഇത് പ്രദേശത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിലേക്ക് ഒരു ഉൾക്കാഴ്ച നൽകുന്നു. നമ്മുടെ സെൻട്രൽ വാലി ട്രെയിൻ യാത്ര അതിൻ്റെ സുഖസൗകര്യങ്ങൾക്കും അതുല്യമായ അനുഭവത്തിനും പേരുകേട്ടതാണ്. അതിമനോഹരമായ ഭൂപ്രകൃതിയുടെ തടസ്സമില്ലാത്ത കാഴ്ചകൾ നൽകുന്ന പനോരമിക് വിൻഡോകൾ യാത്രക്കാർക്ക് നൽകുന്നു. തീവണ്ടിയുടെ രൂപകൽപ്പനയിൽ ഫസ്റ്റ് ക്ലാസ്, 2ാം ക്ലാസ് കമ്പാർട്ട്മെൻറ്റുകൾ ഉൾപ്പെടുന്നു. വ്യത്യസ്ത മുൻഗണനകൾക്കും ബജറ്റുകൾക്കും ഇത് പ്രാധാന്യം നൽകുന്നു. പ്രകൃതി രമണീയമായ കാഴ്ചകൾ. മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളാണ് യാത്രയുടെ പ്രധാനമായ ആകർഷണം. തടാകങ്ങളും വനങ്ങളും മുതൽ പർവ്വത ശിഖരങ്ങളും ആകർഷകമായ ഗ്രാമങ്ങളും വരെ യാത്രക്കാർക്ക് മാറുന്ന കാഴ്ചകൾ ആസ്വദിക്കാം. കംഫർട്ട്. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ സുഖപ്രദമായ യാത്രയാണ് ട്രെയിൻ വാഗ്ദാനം ചെയ്യുന്നത്. നന്നായി പരിപാലിക്കപ്പെടുന്നതും വിശാലവുമായ അന്തരീക്ഷത്തിൽ യാത്രക്കാർ വിശ്രമിക്കാനും യാത്ര ആസ്വദിക്കാനും കഴിയും. ഫോട്ടോഗ്രാഫി. പ്രകൃതി ദൃശ്യങ്ങൾ, പാലങ്ങൾ, തുരങ്കങ്ങൾ എന്നിവയുടെ ഭംഗി പകർത്താൻ എണ്ണമറ്റ അവസരങ്ങളുള്ള ഈ റൂട്ട് ഫോട്ടോഗ്രാഫർമാരുടെ ഒരു പർദീസയാണ്. സീസണൽ വ്യതിയാനങ്ങൾ. നമ്മൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒറ്റ സീസണിൽ കാണാൻ പറ്റിയെന്നിരിക്കുകയല്ല. ആ സീസൺ അനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. നല്ല മഴയുള്ള സമയത്താണെങ്കിൽ ഈ പറഞ്ഞ ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. വസന്തകാലത്തും വേനൽക്കാലത്തും താഴ്വരകൾ സമൃദ്ധവും പച്ചനിറവുമാണ്. ശരത്കാലത്തിലാണ് സസ്യജാലങ്ങൾ വർണ്ണാഭമായ ടേപ്പിസ്ട്രി സൃഷ്ടിക്കുന്നത്. ശീതകാലം ഭൂപ്രകൃതിയെ മഞ്ഞുമൂടിയ അത്ഭുത ലോകമാക്കി മാറ്റുന്നു. ഈ വീഡിയോ ഓൾമോസ്റ്റ് തീരാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ബെന്നീസ് വ്ലോഗ്സ് എന്നുള്ള ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ഈ ബെന്നീസ് വ്ലോഗ്സ് എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ചാനലിന് ഒരു വളർച്ച കിട്ടുന്നതാണ്. നമ്മൾ ഈ 2 ഭാഗമായിട്ടാണ് ഈ സെൻട്രൽ വാലി ട്രെയിൻ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഭാഗം ഏതാണ്ട് അതിനോട് തീരുവാണ്. അടുത്ത ഭാഗത്തിൽ കാണുന്നവരെ അത് സാന്താ മഗോരി എന്ന് പറയുന്ന ആ ഒരു സ്റ്റേഷൻ തൊട്ട് ഡൊമോഡോസോള വരെയാണ്. അടുത്ത ഭാഗത്തിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.